ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിനെ ഒന്ന് ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ എല്ലോട് കൂടിയ ചിക്കനായാലും പ്രശ്നമൊന്നുമില്ല, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/4 കപ്പ് കോൺഫ്ലോർ, പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തത്. അതിൻ്റെ മുഴുവൻ ഒഴിക്കണമെന്നില്ല, കുറച്ചൊഴിച്ചിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചാലും മതി. എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്ന് തോന്നാന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ ബാക്കിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ ചിക്കൻ പീസിനൊക്കെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ചേർത്ത് കൊടുത്തിട്ട് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതിനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 8-9 മിനിറ്റ് ആയി കാണും. ഇതൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കും. ഇതിലെ കൂടുതൽ വരുന്ന ഓയിൽ വലിച്ചെടുക്കാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അതുപോലെ ബാക്കിയുള്ള എല്ലാതും നമുക്കിതുപോലെ വറുത്തെടുക്കാം. ഇനിയെല്ലാം ചെയ്യേണ്ടത് തീ ഹൈ ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 പച്ചമുളക് ചെറിയ പീസാക്കിയത് എന്നിവ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് സവാള ക്യൂബ് ഷേപ്പിൽ അരിഞ്ഞത്, 1 കപ്പ് ക്യാപ്സിക്കം ക്യൂബ് ഷേപ്പിൽ അരിഞ്ഞത്, പിന്നെ കുറച്ച് ഉപ്പ്, അതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ് എന്നിവ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1 കപ്പ് വെള്ളത്തിലൊന്ന് കലക്കിയതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ വളരെ കുറച്ച് മാത്രം പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ഗ്രേവിക്ക് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഗ്രേവിയുടെ കറക്റ്റ് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് ആ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അവസാനമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പോളം വരും. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് തീ ഒന്ന് ഓഫാക്കാം. ഈ സ്പ്രിംഗ് ഒനിയൻ ചേർക്കണത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ ചില്ലി ചിക്കന്. ഇതൊരു കേരള സ്റ്റൈൽ ചില്ലി ചിക്കനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.